കണ്ടില്ലേ ഗംഗെ, നീ കൺകുളിർക്കെ കാണാ കാഴ്ച. കൺകുളിർക്കെ കാണ്. മിനിറ്റുകൾക്ക് ലക്ഷങ്ങൾ വിലയുള്ള ബിസിനസ് മാഗ്നറ്റ്, തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ്സുകാരൻ, 15 കമ്പനികൾക്ക് MD, ഒരു അടുക്കളക്കാരിയും കൊണ്ട് വീൽ ചെയർ ഉരുട്ടി നടക്കുന്നു. ഇവനൊന്നും ഒരു നാണോ ഇല്ലല്ലോ. ഇന്ന് ഇവനെ ഞാൻ... ആന്റി, ആന്റി അല്ല പോവേണ്ടത്, അഖിലാന്റി പോണം. നമുക്കിതിപ്പോ തന്നെ അഖിലാന്റി അറിയിക്കണം. വാ. ഇപ്പൊ കേൾക്കാലോ അല്ലേ? റേഞ്ചില്ലായിരുന്നു അതാ. ഇല്ലില്ല, അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ പറയാം. അല്ല, എത്ര അയക്കണ്ടേ? ശരി ശരി. വിളിക്കേണ്ടി വന്നില്ല, നേരെ കണ്ടോളും. ഇതാ പറഞ്ഞത്, ദൈവം നമ്മുടെ കൂടെയാണെന്ന്. ഇന്ന് 2 കഥ തീർന്നു. ഈശ്വര, അഖില മാഡം. നീ ഭയപ്പെടാതിരിക്കെ, ഞാനില്ലേ കൂടെ. ഈശ്വര, അഖില മാഡം. കല്യാണി, വാ മുന്നോട്ട്. നടക്കല്ലേണി? അമ്മ പറയുന്നത് കേൾക്ക്. അമ്മ പറഞ്ഞ എന്ത് നീ അനുസരിക്കുമല്ലോ. നടക്ക്. അയ്യോ, മതി, സന്തോഷായി. നീ നടക്കുന്ന ഞാൻ കണ്ടല്ലോ. ഇനി എത്രയും വേഗം നീ നന്നായി ഓടിച്ചാടി നടക്കും. ഫോൺ റേഞ്ചില്ലാതെ കട്ടായി പോയായിരുന്നു. ഞാൻ അരവിന്ദനോട് പറഞ്ഞിട്ടുണ്ട്. 1:45 ഇന്ന് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. 1 സെക്കൻഡ്. അനിയൻകുട്ടാ, കല്യാണി ഔട്ട് ഹൗസിലേക്ക് കൊണ്ടുവയ്ക്കോ.
ആ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ആ അരവിന്ദനോട് പറഞ്ഞാ മതി. അതെ അതെ അതെ, ഓക്കെ ഓക്കെ. ആ എന്നാ ശരി, ഓക്കെ വിളിക്കാം. പോവാം ചേച്ചി. ശരി, പോയിട്ട് വാ. അനിങ്ങോട്ടാ? ആ പൂരം കാണാൻ വന്നിട്ട് പൂക്കുറ്റി പോലും കത്തിയില്ലല്ലോ ആന്റി. നന്ദനക്കേതായാലും കല്യാണിയോട് ഇഷ്ടക്കേടൊന്നുമില്ല, അതുറപ്പാ. എല്ലാം വച്ച് നോക്കുമ്പോ അവളുടെ മനസ്സിലിരിപ്പ് എന്തായിരിക്കും? അവളുടെ മനസ്സെന്നെങ്ങനെ അറിയും? എങ്ങനെ ഇപ്പൊ അത് ചോദിക്കുക? എന്താണ് എന്റെ കെട്ടിയാനൊരു ചിന്താവിഷ്ടനായ ശ്യാമളന്റെ ലുക്ക്? ആ കുടുംബക്കാരനായി പോയില്ലേ? അപ്പൊ കുടുംബത്തിലിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിങ്ങനെ ഇരുന്നു പോയതാ. കുടുംബകാര്യം അതെന്താ? ഉം. ഇതൊരു പുതിയ അറിവാണല്ലോ. ഇതെന്റെ പഴയ അരവിന്ദ് തന്നെയാണോ? ഏയ്, അല്ല, കുടുംബക്കാരൻ എന്താണാവോ ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഞാനേ ബ്രോയുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് ചിന്തിച്ചത്. അല്ല നന്ദനെ, ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് നിന്റെ സങ്കല്പം എന്താ? പറ. തൃച്ചംബരത്ത് എഴുതിരി വെട്ടം പോലെ തിളങ്ങി നിൽക്കുന്ന മഹാലക്ഷ്മി ആയിരിക്കണം അവള്. വിനയം കൊണ്ടും സ്വഭാവം കൊണ്ടും മുഖശ്രീ കൊണ്ടും തൃച്ചംബരത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്നവളായിരിക്കണം അവള്. ഉം. ക്ഷേത്രകാര്യങ്ങൾക്ക് മുടക്കം വരാൻ പാടില്ല. ജ്യോതിഷപ്രകാരം നാളെയല്ലേ കർമ്മങ്ങൾ തുടങ്ങേണ്ടത്? അതിന് വീഴ്ച വരുത്തണ്ട. നിങ്ങൾ പോയി പണി തുടങ്ങിക്കോളൂ. കാൽ വെച്ച് കയറുന്ന കുടുംബത്തിന് സമ്പൽ സമൃദ്ധിയും സ്ഥാനമാനങ്ങളും നേടിത്തരുന്ന ഐശ്വര്യ ദേവതയായിരിക്കണം അവള്. ഉം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിക്ക് സരോവർ പുരസ്കാരം നൽകി രാഷ്ട്രം ആദരിച്ചു. ഉം. പിന്നെ ഞാനീ പറഞ്ഞതൊന്നും എന്റെ സങ്കല്പങ്ങളല്ല. മൂത്ത മരുമകളെ കുറിച്ച് അഖിലാന്റിയുടെ സങ്കല്പങ്ങളാ. അല്ല നന്ദനെ, അമ്മയ്ക്ക് ഇളയ മരുമകളെ കുറിച്ച് ഈ സങ്കല്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത്. അരവിന്ദേ, വേണ്ട 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 വേണ്ട. ഏതായാലും ഇവളുടെ സങ്കല്പം അനുസരിച്ച് ഗംഗ അതിന് പറ്റിയവളല്ല.
ഇവളെ കൊണ്ട് തന്നെ കല്യാണിയുടെ പേര് ഞാൻ പറയിപ്പിക്കും. എന്താ പിന്നെ ആലോചിക്കുന്നെ? അല്ല, അങ്ങനെയുള്ള പെണ്ണെ എവിടെ ഉണ്ടാവും ഞാനിങ്ങനെ ആലോചിക്കണേ. അതെ നന്ദനെ, നമ്മുടെ കല്യാണി എങ്ങനെയുണ്ട്? ആ, കല്യാണി കൊള്ളാം, നല്ല പെൺകുട്ടിയാ. അതല്ലേ ചില്ലകടി, ഇങ്ങനെ വഴിക്ക് വാ. പ്രോയും കല്യാണിയും കല്യാണം കഴിക്കുന്നത് നല്ലതാണെന്ന് ഇവളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. പക്ഷേ കല്യാണിക്ക് നല്ല സ്വഭാവമാ. മറ്റുള്ളവരോട് കരുണയും സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെ പക്ഷേ ആനന്ദിന്റെ ഭാര്യയാകാൻ പറ്റില്ലല്ലോ. അതെന്താ? അതിനാദ്യം വേണ്ടത് കുലമഹിമയും പ്രൗഢിയുമാ. പിന്നെ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മരുമകളാവാൻ കുടുംബമഹിമ വേണ്ടേ? അതൊന്നും കല്യാണിക്കില്ലല്ലോ. കല്യാണി തൃച്ചംബരത്തെ ഡ്രൈവർ ദാസേട്ടന്റെ മകള്. സ്വഭാവം നല്ലതായിട്ട് കാര്യമുണ്ടോ? തൃച്ചംബരത്തിന്റെ അന്തസ്സിന് ചേരണ്ടേ? ഒരു അന്തസ്. അതെ, ഞാൻ എന്റെ അമ്മയൊന്ന് വിളിക്കട്ടെ. മനസ്സിലുള്ളത് എങ്ങനെ അറിയാം മനുഷ്യന്മാർക്ക്? ഇവളെ കല്യാണിയിലേക്ക് അടുപ്പിക്കാൻ എന്തൊരു വഴി? ചിന്തിക്കാൻ സമയായി. എന്താ വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നല്ലോ. അതെ കൃഷ്ണേട്ടാ, ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാ. എനിക്കും സന്തോഷമായി. എന്റെ അഖിലയെ ഇങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം. മനസ്സ് പ്രസന്നമാകുമ്പോ നിന്റെ മുഖവും പ്രസന്നമാകും. നിന്നെ എങ്ങനെ കാണുമ്പോ എനിക്കും നമ്മുടെ മക്കൾക്കും ഈ തൃച്ചംബരത്തുള്ള എല്ലാവർക്കും എന്തൊരു ആഹ്ലാദമാണെന്നോ. ഈ മനസ്സിന്റെ വെളിച്ചമാണ് ഈ കുടുംബത്തിന്റെ വെളിച്ചം. അല്ല, എന്താ ഈ സന്തോഷത്തിന്റെ കാരണം? അത് കൃഷ്ണേട്ടാ, കല്യാണി നടന്നു കൃഷ്ണേട്ടാ. അഖിലേ, നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. കൃഷ്ണേട്ടാ, എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായവളാ കല്യാണി. ഈ നെറുകയിലെ കുങ്കുമം കാത്തവള് ഇപ്പൊ എന്റെ ജീവിതം തിരികെ തന്നവൾ. അവള് നടന്നു തുടങ്ങിയത് കണ്ടപ്പോ മനസ്സ് നിറഞ്ഞു. ഇതിലും വലിയ സന്തോഷം ഇനി എന്താ കൃഷ്ണേട്ട വരാനുള്ളത്? അഖില, അവൾ വെറും ഒരു വേലക്കാരി പെണ്ണല്ല. അറിയാം കൃഷ്ണേട്ട, നമ്മുടെ ദാസേട്ടന്റെ രക്തമാണെന്നല്ലേ കൃഷ്ണേട്ടൻ പറയാൻ പോകുന്നത്? സത്യ കൃഷ്ണേട്ട, അതേ വിശ്വാസവും അതേ കരുതലും അതേ സ്നേഹവും കല്യാണിക്ക് നമ്മളോട്. അവളെ കാണുമ്പോഴാ കൃഷ്ണേട്ട ചിലപ്പോഴൊക്കെ
ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ദുഃഖം എന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതും. അവൾ നിന്റെ മകൾ തന്നെയാ, മരുമകൾ. കൃഷ്ണേട്ടൻ എന്താ ആലോചിക്കുന്നത്? ഞാൻ ആ ഫംഗ്ഷനെ കുറിച്ച് ആലോചിക്കുക. അയ്യോ കൃഷ്ണേട്ടാ, എന്റെ ഒരു ബയോഡേറ്റ മെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. ഞാനത് സ്റ്റെല്ലയോട് പറയാൻ മറന്നു. ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. ഹലോ, ആ സ്റ്റെല്ല. ആ ഞാനേ ആനന്ദിന്റെയും കല്യാണിയുടെയും കല്യാണക്കാര്യം ഇപ്പൊ പറഞ്ഞാലോ? അല്ലെങ്കിൽ വേണ്ട, പിറന്നാൾ ദിവസം പറയുന്നതായിരിക്കും ബുദ്ധി. എന്താ ഇത്, ഇപ്പോഴും വീൽ ചെയറില്ല? അത് പറ്റില്ല, എഴുന്നേറ്റ് നടക്കണം. വാ വാ, എഴുന്നേക്ക്. നടന്നു. നടക്ക് നടക്ക് ചേച്ചി, നടക്ക്. പതിയെ പതിയെ നടക്ക്. നടന്നോ? ഡോക്ടർ പറഞ്ഞല്ലേ, പേടിക്കണ്ട, നടക്ക്. വീഴോടാ ഞാൻ. ഇല്ല, നടക്ക് പതുക്കെ, നടക്ക്. നടക്ക് ചേച്ചി, നടക്ക് ചേച്ചി. അങ്ങനെ. ഇനി അങ്ങോട്ട് നടക്ക്. 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 വീഴോടാ ഞാൻ. ഓ,
അത്തോട്ട് വാ. അയ്യോ ചേച്ചി കല്യാണി